എസ്തേർ 1-ാം അധ്യായം. അഹസ്വേരൂസിൻ്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തൻ്റെ 3-ാം ഭരണവർഷം തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയയിലെയും സേനാധിപന്മാർക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും തൻ്റെ പ്രതാപൈശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു. അതുകഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിൽ ഉണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്നു നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവ പടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിൻ്റെ ഔദാര്യമനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരൂസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്ടിരാജ്ഞിയും ഒരു വിരുന്നു നൽകി. 7-ാം ദിവസം രാജാവിൻ്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്ടിരാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരൂസ് രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻ, ബിസ്ത, ഹർബോണ, ബിക്ത, അബാക്ത, സേത്താർ, കാർക്കാസ് എന്നീ 7 ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിന് വാഷ്ടിരാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിൽ ആളിക്കത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന് പതിവായിരുന്നു. തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെയും മേദിയയിലെയും പ്രഭുക്കന്മാരായ കർഷേന, ഷെത്താർ, അദ്മാദ, താർഷിഷ്, മേരസ്, മർസേന, മെമുക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരുമായ 7 പേരോട് രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഷ്ടിരാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരൂസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമുക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോട് മാത്രമല്ല, പ്രഭുക്കന്മാരോടും അഹസ്വേരൂസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഷ്ടിരാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോടെ വീക്ഷിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. അവർ പറയും, തൻ്റെ മുൻപിൽ വരാൻ അഹസ്വേരൂസ് രാജാവ് വാഷ്ടിരാജ്ഞിയോട് ആജ്ഞാപിച്ചു. അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെപ്പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയയിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്നു തന്നെ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഷ്ടി ഇനിയൊരിക്കലും അഹസ്വേരൂസ് രാജാവിൻ്റെ മുൻപിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്ന് രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും എഴുത്തുകൾ അയച്ചു.
ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലും ആണ് എഴുതിയത്. കർത്താവിൻ്റെ വചനം.